നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യയുടെ സർവകക്ഷി സംഘം തിരിച്ചെത്തി. സന്ദർശിച്ച 5 രാജ്യങ്ങളോട് നിലപാട് വിശദീകരിച്ചെന്നും പിന്തുണ ലഭിച്ചെന്നും ശശി തരൂർ MP. ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ലോകരാജ്യങ്ങളിൽ സംസാരിച്ചതെന്നും തരൂർ. സർവകക്ഷി സംഘം അല്പസമയത്തിനകം പ്രധാനമന്ത്രിയെ കാണും. കെനിയയിൽ ബസ് അപകടം, മരിച്ച 6 പേരിൽ 5 മലയാളികളും. അപകടം കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടതോടെ. ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിലെ സ്കൂളിൽ വെടിവെപ്പിൽ 9 മരണം, മരിച്ചതിൽ 7 വിദ്യാർത്ഥികളും 1 അധ്യാപകനും. അക്രമിയെ പോലീസ് വധിച്ചെന്ന റിപ്പോർട്ട്. ആക്രമണം നടത്തിയത് സ്കൂളിലെ വിദ്യാർത്ഥിയെന്ന് അധികൃതർ. കേരള തീരത്ത് കൂടുതൽ ജാഗ്രത. പുറംകടലിൽ തീപിടിച്ച കപ്പലിൽ 157 ഇനം അപായകരമായ വസ്തുക്കൾ. 2240 ടൺ ഇന്ധനം. തീ നിയന്ത്രണ വിധേയമാകാത്തത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി. കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. 1000 കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് സൂചന. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ട്. നിലമ്പൂരിൽ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയെ ചൊല്ലി വാക്പോര്. PDP പീഡിപ്പിക്കപ്പെട്ട വിഭാഗമെന്നും ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ കാലം CPM മറക്കരുതെന്ന് VD സതീശൻ. LDFും UDFും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നവരെന്ന് BJP. നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരുടെ പരാതി വ്യാജമെന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബം. കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ സ്വമേധയാ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് താൻ ലോകരാജ്യങ്ങളിൽ സംസാരിച്ചതെന്ന് ശശി തരൂർ MP. ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക എന്നതായിരുന്നു എന്റെ കടമ. ആ കടമ പൂർത്തിയാക്കിയെന്നും ശശി തരൂർ പറഞ്ഞു. വിവാദങ്ങൾക്ക് മറുപടി പിന്നീട് പറയാമെന്നും തരൂർ പ്രതികരിച്ചു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സമയം ഇതല്ലെന്നും പ്രധാനമന്ത്രി മോദി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റേതായ റിപ്പോർട്ട് കൈമാറും. 5 രാജ്യങ്ങളിൽ പോയിരുന്നു. എല്ലാ രാജ്യത്തു നിന്നും പിന്തുണ ലഭിച്ചു. കൊളംബിയ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചെങ്കിലും പിന്നീട് അത് തിരുത്തിയെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം സർവകക്ഷി സംഘം അല്പസമയത്തിനകം പ്രധാനമന്ത്രിയെ കാണും. ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും അത് സ്വീകരിച്ചു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടാൻ സാധിച്ചു. ഒരു രാജ്യത്തിൽ, കൊളംബിയയിൽ, അവർ നേരത്തെ അറിയാതെയാണ് ഞാൻ പറയട്ടെ, ഒരു പാകിസ്ഥാനിൽ ഒരു പിന്തുണ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അവർ പിൻവലിച്ചു. ബാക്കി എല്ലാവരുടെയും നമ്മളുടെ ആർഗ്യുമെന്റ് കേൾക്കാനും അതിന് 100% അവർ സ്വീകരിക്കാനും പിന്തുണ തരാനും എല്ലാ മീറ്റിംഗിലും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പോയത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ്, ഞങ്ങൾ 2-3 പ്രസിഡന്റ്മാരെ കണ്ടു, 2-3 വൈസ് പ്രസിഡന്റ്മാരെ കണ്ടു, പ്രൈം മിനിസ്റ്ററിനെ കണ്ടു, പല എല്ലാവരുടെയും ഫോറിൻ മിനിസ്റ്റർമാരും ആക്ടീവ് ഫോറിൻ മിനിസ്റ്റർമാരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധികൾ, പാർലമെന്റേറിയൻസ്, ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി പോലെ ബാക്കി എല്ലാ രാജ്യത്തും ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. 2-3 രാജ്യത്തിൽ നാഷണൽ അസംബ്ലിയുടെ അധ്യക്ഷൻ, നമ്മുടെ സ്പീക്കർ പോലെ, അവരെ കാണാൻ സാധിച്ചു. 2-3 സ്ഥലത്തിൽ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ അതീതമായിട്ട് വേറെ MPമാരെ കാണാൻ സാധിച്ചു. ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. 7 വിദ്യാർത്ഥികളും 1 അധ്യാപകനുമാണ് കൊല്ലപ്പെട്ടത്. അക്രമിയെ പോലീസ് വധിച്ചെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രിയയിലെ 2ാമത്തെ വലിയ നഗരമായ ഗ്രാസിലെ ഹൈസ്കൂളിൽ പ്രാദേശിക സമയം 10 മണിയോടെയാണ് വെടിവെപ്പ് നടന്നത്. സ്കൂളിന് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ആക്രമണം നടത്തിയത് സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് മേയർ LK കാഹർ AAP വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഖത്തറിൽ നിന്ന് കെനിയയിലെത്തി വിനോദയാത്രയ്ക്കിടെ മരിച്ചവരിൽ 6 പേരിൽ 5 പേരും മലയാളികൾ. പിഞ്ചുകുഞ്ഞും 3 സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക്, ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, ഒറ്റപ്പാലം സ്വദേശികളായ റിയ ആൻ, ടൈറ റോഡിഗ്രസ്, റൂഹി മെഹ്റിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. സംഘം സഞ്ചരിച്ച വാഹനം വടക്കുകിഴക്കൻ കെനിയയിലെ ന്യാൻഡറൂവ പ്രവിശ്യയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും. മലയാളികളും കർണാടക സ്വദേശികളും ഗോവൻ സ്വദേശികളും സംഘത്തിലുണ്ട്. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ശക്തമായ
ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്കു കപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റവരിൽ 2 പേർ മംഗലാപുരം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു. കപ്പൽ നിയന്ത്രണ വിധേയമാവാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൌത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തൃശൂർ എറണാകുളം തീരത്ത് അടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ പി.കെ. അരുൺകുമാർ പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ബേപ്പൂർ തുറമുഖത്തു നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ ചരക്കു കപ്പലിന് തീപിടിച്ചത്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്കു കപ്പലായ MV വാൻഹായ് 503ക്കാണ് തീപിടിച്ചത്. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ കടലിലേക്ക് ചാടുകയായിരുന്നു. ഇവരിൽ 18 പേരെ കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവർ മംഗലാപുരം AJ ആശുപത്രിയിലാണുള്ളത്. 22 ജീവനക്കാരിൽ ബാക്കി 4 പേർക്കുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. ഇവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവർ. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമവും പുരോഗമിക്കുകയാണ്. 7 കപ്പലുകളാണ് ദൌത്യത്തിനുള്ളത്. കപ്പൽ നിയന്ത്രണ വിധേയമാവാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൌത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ കൂട്ടിയുരസുമ്പോൾ സ്വയം തീപിടിക്കുന്നതും വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്നതും ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാവുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിലുള്ളത്. ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. ഇത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കണ്ടെയ്നറുകൾ തൃശൂർ എറണാകുളം തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ പി.കെ. അരുൺകുമാർ പറഞ്ഞത്. കപ്പലിൽ നിരന്തരം പൊട്ടിത്തെറി ഉണ്ടാകുന്നുവെന്നും കപ്പൽ ചെരിയുന്നുവെന്നുമുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. പ്രാഥമിക വിവരം അനുസരിച്ച് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കേരള തീരത്ത് 3 ആഴ്ചക്കിടെ ഇത് 2ാമത്തെ കപ്പൽ തീപിടുത്തമാണ് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ രക്ഷാദൌത്യം തുടരുകയാണെന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ രക്ഷാദൌത്യം നയിക്കുന്നുണ്ട്. കപ്പലിൽ കുടുങ്ങിയവരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാന കാര്യം. തീ കൂടുതൽ പടരാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടിന്യൂസ്ലി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് ഇൻവോൾവ് ഒരു കണ്ടിന്യൂസ് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രാവിലത്തെ കോസ്റ്റ് ഗാർഡ് ഡോണി എയർക്രാഫ്റ്റ് ഏരിയൽ സർവൈലൻസിന് പോയപ്പം ഷിപ്പിലൊരു 10 to 15 ഡിഗ്രീസ് ഒരു ടിൽറ്റ് കണ്ടത്, ചരിഞ്ഞിട്ടുണ്ട് ഷിപ്പ്. ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. നേവിയുടെ ഷിപ്പ് സൂറത്ത് ഇന്നലെ മംഗലാപുരം ക്രൂവിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡ് തിരിച്ച് ഏരിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സത്ലജ് ഇപ്പോഴും അവിടെ ഉണ്ട്. സമർത്ത് പറഞ്ഞൊരു ഷിപ്പ് ഇപ്പം കൊച്ചിയിൽ നിന്ന് രാവിലെ പോയിട്ടുണ്ട്. അതിൽ ഈ കമ്പനി സാൽവേജേഴ്സിനെ കൊണ്ട് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്, അവർക്ക് അസസ് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണ് ഇനിയുള്ള എന്തെങ്കിലും കടലിൽ കലരാനുള്ള എന്തെങ്കിലും രാസവസ്തുക്കളല്ല അത്രയും അപകട സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ? മെയിൻ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഇതായിരുന്നു ക്രൂവിനെ രക്ഷപ്പെടുത്തുന്നതായിരുന്നു. അതിൽ നമ്മൾ പാർഷ്യലി സക്സസ് ആയിട്ടുണ്ട്. ബാക്കി 4 പേര് മിസ്സിങ് ആണ്. അവരെ തെരച്ചിൽ ബാക്കിയുള്ള ഷിപ്പുകൾ, അവിടെ ഏരിയയിലുള്ള ഷിപ്പുകൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അവരെ സേവ് ചെയ്യാനുള്ള. രണ്ടാമത്തെ ഈ പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഒരു ഷിപ്പ് തീ പിടിക്കുമ്പോൾ ആ ഷിപ്പിലെ ഫുൾ മെറ്റൽ പാർട്സ് ആണ്, അതിൽ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ തീ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ആ സ്പ്രെഡ് ആവുന്ന ചാൻസസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 2 കോസ്റ്റ് ഗാർഡ് ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട്. അപ്പം അവിടെ ഈ ഷിപ്പിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ബിക്കോസ് കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലുണ്ട്. അപ്പോൾ ഇവരതൊക്കെ മാനുവർ ചെയ്തിട്ട് ഒരു 50 മീറ്റേഴ്സ് അടുത്ത് നിന്നിട്ട് അവർ ഈ ഫോം സ്പ്രേ ചെയ്തിട്ട് തീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും. സിംഗപ്പൂർ ചരക്ക് കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ മംഗലാപുരം AJ ആശുപത്രിയിലെ ICUവിൽ കഴിയുന്ന 2 പേർ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാരുടെ സംഘം. ചൈനീസ് പൗരന് 40% പൊള്ളലും ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുള്ളതായി
ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവർക്ക് 72 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ നിരീക്ഷണം വേണ്ടിവരും. ശ്വാസകോശത്തിലടക്കം പൊള്ളലുണ്ടെന്നും ഡോക്ടർ ദിനേശ് പറഞ്ഞു. Yesterday we received 6 patients, burns victims at around 11:30 p.m. in the night, brought by the Coast Guard. They were actually rescued from the Coast Guard. They were on the ship, on the vessel. They were not jumped into water as it was reported. They were all in the vessel and they were rescued by the lifeboat. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns, that is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burns. So they'll അഴീക്കൽ തുറമുഖത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ തീപിടിച്ച സംഭവത്തിൽ ആശങ്ക തുടരുന്നുവെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. രക്ഷാദൗത്യം ദുഷ്കരമാണെങ്കിലും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയാണെന്നും മറിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം കൃത്യമായി അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയാലും പൊല്യൂഷൻ കൺട്രോൾ, തീരദേശ മറ്റേ കോസ്റ്റ് പോലീസ് ആയാലും മാരിടൈം ബോർഡ് എല്ലാവരും എന്താ വരുന്നതെന്നുള്ളതിന് നേരിടത്തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പോർട്ട് ഓഫീസർമാരെ എല്ലാം നമ്മൾ അലർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതിന് വേണ്ടുന്ന അവർക്ക് അധികാരമുണ്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ പോർട്ട് ലിമിറ്റിനകത്ത് അത്യാവശ്യം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്, അത് നമ്മൾ ചെയ്യും. പിന്നെ ഈ അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന ഏജൻസികളുണ്ട്. അവർ ഈ പറയുന്ന പലതരം ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ കള്ളാൻ മെഷീനറി ഇൻഷുറൻസ് ഉണ്ട്, VI ക്ലബ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഉണ്ട്. അവരുടെയൊക്കെ ഏജൻസി കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ. കമ്പനി സാൽവേജ് കപ്പലിനടുത്തേക്ക് എത്തും. കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ എടുക്കാൻ കഴിഞ്ഞേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ ഉച്ചവരെയുള്ളത് വാൻ ഹൈ 503 എന്ന സിംഗപ്പൂർ ഫ്ലാഗ് വെസൽ, അത് 44 നോട്ടിക്കൽ മൈൽ, അതായത് 81 കിലോമീറ്റർ, ഏകദേശം 81 അഴീക്കൽ തുറമുഖത്തിൽ നിന്നും 230 ഡിഗ്രി മാറി കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടാവുകയും, അപ്പം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെയുള്ള 1-2 മർച്ചൻ്റ് ഷിപ്പിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയും, അതേപടി കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ, അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ പിന്നെ എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ ഷിപ്പുകളും അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുണ്ടായി. അപ്പം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 2 കപ്പൽ അപകടങ്ങൾ നടന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യത്തെ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിലും ആശങ്കയുണ്ട്. തന്റെ കാലാവധി തീരും മുൻപ് എയിംസ് കേരളത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടത്. കപ്പൽ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന സർക്കാർ നിലപാടിൽ ആശങ്കയ്ക്ക് വകയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും. അത് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട കോമ്പൻസേഷൻ. കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു പെനിട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. BJP ചേരിയോട് ചേർന്ന് പ്രവർത്തിക്കണോ എന്ന നിലപാട് വ്യക്തമാക്കേണ്ടത് ശശി തരൂരാണെന്ന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു. പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശശി തരൂർ ഓൾ സെറ്റ് ഇസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. മോദി ഭരണത്തിൻ്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കേരളത്തിന്റെ ജനജീവിതത്തിന് ഭീഷണിയാണ്. ഇക്കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ തലവേദന. കാട്ടുപന്നി മാത്രമല്ല, മറ്റ് വന്യമൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടെ ആണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട്.
ദേശീയപാതയിൽ സ്ഥാപിത താൽപ്പര്യക്കാർക്ക് വേണ്ടി മാറ്റം വരുത്തിയത് അപകടങ്ങൾക്ക് കാരണമായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയൽക്കിളികൾ, ഞാൻ ആ സമരത്തിൻ്റെ കൂടെ നിന്നതല്ലേ. അന്ന് എന്താ ഇവർ പറഞ്ഞത്? ഈ ദേശീയപാത പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ? അതാണോ ഞാൻ ചെയ്തത്? നമുക്കില്ലേ വെറ്റ്ലാൻഡ് നിയമങ്ങൾ, പാഡി ലാൻഡ് നിയമങ്ങൾ? അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ. അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. തളിപ്പറമ്പിൽ നിർമ്മാണം നടക്കുമ്പോഴല്ല, നിർമ്മാണം അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് DPR 1, DPR 2, DPR 3 ഞാൻ ഇപ്പോഴും അസേർട്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ DPR 2, DPR 3 സൗകര്യപ്പെടുത്തലല്ലേ? അവിടെ ഈ നിർമ്മിക്കപ്പെടുന്ന പുതിയ റോഡിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിയിട്ടാണോ DPR 3യിലേക്ക് പോയത്? അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. കാലാവസ്ഥാ വ്യതിയാനവും കപ്പൽ അപകടവും മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചതിനാൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ട്രോളിംഗ് നിരോധനം എത്തിയത്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതിയുള്ളത്. അതേസമയം ഇരട്ടവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. എന്നാൽ ശരിയായ സമയത്തല്ല സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ മേഖലയിൽ നിന്നും ഉയരുന്ന വിമർശനം. ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, അതായത് ഉപരിതല മത്സ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമാണ് നിരോധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നില്ല. പ്രതികൂല കാലാവസ്ഥ മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. പകരം 6 കിലോ അരിയും 1000 രൂപയും നൽകാനാണ് സർക്കാർ തീരുമാനം. അമൃത ന്യൂസ്, കൊല്ലം. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. സത്യങ്ങൾ മറച്ചുവെക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിയുടേതെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ വിചിത്രമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് ആവശ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളെ വെടിവെക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വരുത്തി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നാണ് മന്ത്രി AK ശശീന്ദ്രന്റെ ആരോപണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്നും സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നുമുള്ള കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. വസ്തുതകളെ മറച്ചുവെക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP ആയുധമാക്കുകയാണ്. എന്നാൽ മലയോര കർഷകരുടെ ഉത്കണ്ഠയോട് നീതി പുലർത്താത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നാണ് മന്ത്രി പറയുന്നത്. കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അതിന് നിബന്ധനകളുണ്ടെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കൊക്കിൻ്റെ തലയിൽ വെണ്ണ വെക്കണമെങ്കിൽ കൊക്കിനെ പിടിക്കണം എന്ന് പറയുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അതിൻ്റെ അർത്ഥത്തിൽ അപഹാസ്യമായ വിധത്തിലുള്ള ഒരു ഉപാധികളാണ് ഇവിടെ ഉള്ളത്. ഈ ഉപാധികളോടുകൂടി ഈ നിയമം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമായ വിധത്തിൽ, കർഷക സമൂഹത്തിന് ആശ്വാസകരമായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന വിശദീകരണമാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വന്യജീവി ആക്രമണം പ്രശ്നമല്ല. കേരളത്തിന്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരണം. സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇളവും അധികാരവും കൊടുത്താൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വന്യമൃഗരഹിതമായ കാട് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നും അതാണ് കേന്ദ്ര സർക്കാർ കേൾക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആകെയുള്ള വനാതിർത്തിയിൽ 70% ഫെൻസിംഗ് ഉള്ളത്. അതിൽ 20% പ്രവർത്തനരഹിതമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. 6815 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 3 കോവിഡ് മരണങ്ങളിൽ 1 കേരളത്തിലാണ്. ആകെ രോഗികളുടെ 30% സംസ്ഥാനത്താണ്.
രാജ്യത്ത് കോവിഡ് കേസുകൾ ദിനംപ്രതി ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ 324 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 6815 ഉയർന്നു. ഇതിൽ കേരളത്തിൽ 2053 രോഗികളാണുള്ളത്. 3 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിൽ 1 കേരളത്തിലാണ്. 79 വയസ്സുള്ളയാളാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ പുതുതായി 96 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 255 പേർ ഇന്നലെ രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്താകെ കഴിഞ്ഞ ദിവസം 783 പേർ രോഗം ഭേദമായി എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ ജാഗ്രത വെടിയാൻ പാടില്ല. സംസ്ഥാനത്ത് രോഗലക്ഷണവുമായി വരുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാണ്. മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറെയും പ്രായമായവരും മറ്റു പല രോഗങ്ങളാൽ ചികിത്സയിലിരിക്കുന്നവരുമാണ്. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ 30% കേരളത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ബാങ്കിൽ നിന്ന് ശേഖരിച്ച അക്കൗണ്ട് വിവരങ്ങളുടെ പ്രാഥമിക പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയത്. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ 3 വനിതാ ജീവനക്കാരുടെയും കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെയും അക്കൗണ്ട് വിവരങ്ങളാണ് ശേഖരിച്ചത്. കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് ജീവനക്കാർ പരാതി നൽകിയെങ്കിലും ഇവർ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ബലപ്രയോഗം നടത്തിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലില്ല. പരാതിക്കാരിൽ ഒരാൾ സ്വന്തം സ്കൂട്ടറിൽ കാറിനെ പിന്തുടരുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഞാൻ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം എൻ്റെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചോ നിങ്ങൾ നോക്കുക. എല്ലാവരും വിളിച്ചതിൽ സന്തോഷം. തൽക്കാലം ഇതിനകത്ത് ആരും ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചീറ്റിംഗ് കേസാണ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ആരെ വിളിച്ചാലും വരുമല്ലോ. അപ്പോൾ നമ്മുടെ നിയമത്തിൽ എന്താ, പോലീസ് എന്ത് പറഞ്ഞു, അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്താ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അവിടെ ചെന്ന് നമ്മൾ പറയുന്നു. ഇപ്പം നോക്കൂ, കൃത്യമായി തിരിഞ്ഞു വന്നിരിക്കുന്നു. പല പ്രാവശ്യം ചോദിച്ചു, എത്ര എടുത്തു മാന്യമായാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചതാണ്. പക്ഷേ അപ്പോൾ എൻ്റെ സൗണ്ട് റേസ് ആയപ്പോൾ അത്രയും നേരം മിണ്ടാതിരുന്ന അവർ തട്ടി എടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്, അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവസാനം ഈ കോൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാനായിട്ട്, ഈ കോളിൻ്റെ എൻ്റെ അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം റെക്കോർഡ് ചെയ്താൽ അവർക്ക് വീണ്ടും പണി വരും. കാര്യം അതിനകത്ത് അവരിങ്ങോട്ടാണ് പറയുന്നത്, നാളെ രാവിലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്യാഷും കൊണ്ട് നമ്മൾ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വരാം എന്നാണ് പറയുന്നത്. ഈ വന്നവരെയാണ് നമ്മൾ തട്ടിക്കൊണ്ട് പോയി എന്നവർ ഈ പറയുന്നത്. അവരായിട്ട് ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്ന് കയറിയതാണ്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗോപിനാഥൻ നായർ. ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങളായിരുന്നു അമ്മയുടെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത്. 93-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഒരു നിയോഗം പോലെയായിരുന്നു ഗോപിനാഥൻ നായർ അമൃതപുരി ആശ്രമത്തിലേക്ക് കടന്നുവരുന്നത്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. അമ്മയുടെ സ്പർശനത്തിലൂടെ ആത്മീയതയുടെയും കാരുണ്യത്തിന്റെയും സാഗരം തിരിച്ചറിഞ്ഞു. അമ്മയുടെ വാക്കുകളിലൂടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുത്തരം കിട്ടിയപ്പോൾ ആ മുഖം ഒരു യോഗിയുടേതെന്ന പോലെ പ്രകാശിതമായി. പിന്നീട് അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തനായി ആശ്രമത്തിൽ തുടർന്നു. ഒപ്പം ഭാര്യ രാധാഭായിയും. ആശ്രമത്തിലെ സജീവ പ്രവർത്തകനായി തുടരുമ്പോഴായിരുന്നു തന്റെ സഹോദരിയുടെ മകൻ കൂടിയായ നടൻ മോഹൻലാലിനെ അമ്മയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അഭിനയരംഗത്തും ആത്മീയ രംഗത്തും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മോഹൻലാലിന്റെയും വഴികാട്ടിയായി. 14 വർഷക്കാലം അമൃതപുരി ആശ്രമത്തിലെ സ്ഥിരം അന്തേവാസിയായി കഴിഞ്ഞുവരുമ്പോഴായിരുന്നു നിയോഗം പൂർത്തീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദേഹവിയോഗം. ലളിതമായ ഇടപെടലുകളിലൂടെ സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുത്ത ഗോപിനാഥൻ നായരുടെ വേർപാട് ആശ്രമവാസികൾക്ക് ഏറെ വേദന നിറഞ്ഞതായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശ്രമത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജർ കൂടിയായിരുന്ന ഗോപിനാഥൻ നായരുടെ ഭൗതികദേഹം അവസാനമായി കാണാൻ മുൻകാല സഹപ്രവർത്തകരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അമൃതപുരിയിലെത്തി. പ്രിയ ശിഷ്യന്റെ സംസ്കാര ചടങ്ങുകൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. പ്രാർത്ഥനകളിലൂടെ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയും ആശ്രമവും ഒന്നടങ്കം ഗോപിനാഥൻ നായർക്ക് യാത്രാമൊഴി നൽകി. അമൃതപുരി ആശ്രമത്തിൽ പ്രത്യേകം ഒരുക്കിയ ഇടത്തായിരുന്നു സംസ്കാരം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചററായ ഏകമകൾ ഗായത്രിയുടെ ഭർത്താവ് രാജേഷ്
ചിതയ്ക്ക് തീ പകർന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ശിവ ഓം. അമൃത ന്യൂസ്, കൊല്ലം. 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ അമർന്നത് നൂറുകണക്കിന് പേരുടെ ജീവൻ മാത്രമായിരുന്നില്ല, അനേകം പേരുടെ ജീവിതം കൂടിയായിരുന്നു. അവരിൽ പലർക്കും താങ്ങും തണലുമൊരുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നാളെ നടക്കും. ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഇവരുടെ സങ്കടങ്ങൾ പതിയെ മായുകയാണ്. ഒരു സ്വയം തൊഴിൽ പഠിച്ചതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി അവർ പ്രതീക്ഷയോടെ ചവിട്ടിക്കയറുകയാണ്. ഇവർ തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങൾക്കും ആ കരുത്തുണ്ടാകും. ദുരന്തബാധിതരായ വനിതകൾക്ക് അതിജീവനത്തിന്റെ ഒരു സ്നേഹത്തുരുത്തൊരുക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠം ദുരന്തബാധിതരെ ചേർത്തു നിർത്തിയത്. അമ്മയൊരുക്കിയ കരുതലിന്റെ കരുത്ത് മുണ്ടക്കൈ സ്വദേശിനി ഷെറീനയുടെ വാക്കുകളിലും പ്രകടമാണ്. നല്ല സന്തോഷമായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോന്ന് വീട്ടിലേക്ക് നമുക്ക് ഓരോ ചിന്തകളാണല്ലോ. കാരണം അന്നത്തെ നമ്മൾ നേരിട്ട് അഫക്റ്റഡ് ആയ ആൾക്കാരാണ്. പിഞ്ച് മക്കൾ മുതൽ 70-80 വയസ്സായ വാപ്പാനും ഉമ്മാനൊക്കെ വേണം നമ്മൾ ഓടി രക്ഷപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഒരു കുടുംബമായല്ലോ. ഞങ്ങൾ ഫസ്റ്റത്തെ ബാച്ചിൽ 22 ആളുണ്ട്. നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങൾ ഉയർന്നു വരണം, ഇത് നിങ്ങളൊരു അധപതനായിട്ട് നിങ്ങൾ എടുക്കരുത്, മുന്നോട്ട് വരണം, എങ്കിലേ ഉള്ളൂ നമ്മൾ വേണം നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ട് കൊടുക്കാൻ. നമുക്ക് ആഗ്രഹം സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചല്ലോ. ഇവിടെ വന്ന് നമ്മൾ സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചു. അപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ചെറിയൊരു വരുമാനത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു വരുമാനമാക്കി സപ്പോർട്ട് ചെയ്യണം, കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തുക എന്നതായിരുന്നു ഇവർ നേരിട്ട വെല്ലുവിളി. ആഗ്രഹിച്ചതുപോലെ തൊഴിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിൽ ചൂരൽമല സ്വദേശിനി സരിത കിഷോറിനുമുണ്ട് ഏറെ ആഹ്ലാദം. ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഇവിടെ പഠിപ്പിച്ചു തന്നല്ലോ. അമ്മേൻ്റെ ഒരു കാരണയും കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തയ്യലായാലും ഇപ്പോൾ എംബ്രോയിഡറി വർക്കായാലും രണ്ടും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളത് കൂടുതൽ പഠിച്ചു. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കരുതലൊരുക്കണമെന്ന അമ്മയുടെ ആഗ്രഹം വിജയകരമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രൊജക്ടിന്റെ ചുമതല വഹിച്ച ബ്രഹ്മചാരിണി കാരുണ്യാമൃത ചൈതന്യം പറഞ്ഞു. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് ഇവർക്ക് ഈ തൊഴിൽ പരിശീലനം കൊടുത്ത് അതിലോടൊപ്പം അവരെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ. അത് നമ്മൾക്ക് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകും. അവരെ ആ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിപ്പം മുന്നോട്ട് ശ്രമിക്കുന്നത്. അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തിയായിരുന്നു തൊഴിൽ പരിശീലനം നൽകിയത്. സർവ്വത നഷ്ടമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 87 പേർക്ക് തയ്യൽ പരിശീലനവും 25 പേർക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും പരിശീലനം നൽകി. കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും ഏർപ്പെടുത്തിയിരുന്നു. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. പ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. ഇടതു പ്രചരണത്തിനായി 10 മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ UDF-നും കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ NDA-ക്ക് വേണ്ടിയും കളത്തിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണത്തിനായി തൃണമൂൽ MP-യും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താൻ ഞായറാഴ്ച മണ്ഡലത്തിലെത്തും. TK അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, പരമാവധി വോട്ടുറപ്പിക്കുക എന്നതാണ് ഓരോ മുന്നണികൾക്കും ഇപ്പോൾ മുന്നിലുള്ളത്. എങ്ങനെ പുരോഗമിക്കുന്നു ഇവരുടെ പ്രചരണങ്ങൾ? മഴ തീർച്ചയായും പ്രചരണം വലിയ തോതിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാ മുന്നണികളും കൂടുതൽ നേതാക്കളെ ഇറക്കി അതുപോലെ തന്നെ കൂടുതൽ കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും എല്ലാം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കാൻ ഉള്ളത്. അതിനാൽ തന്നെ പരമാവധി വോട്ടുകൾ സ്വന്തം ക്യാമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ തോതിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. LDF ഇന്ന് 10 മന്ത്രിമാരെയാണ് പ്രചരണത്തിനായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത്. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തും. MA ബേബി എത്തും.
അങ്ങനെ ദേശീയ നേതാക്കളെയും മുഖ്യമന്ത്രിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രചരണം LDF കാഴ്ചവെക്കുമ്പോൾ UDFും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റും എല്ലാം ഇവിടെയുണ്ട്. കൂടാതെ ദേശീയ നേതാക്കൾ ഉടനെ എത്തും. 13-ാം തീയതി പ്രിയങ്ക ഗാന്ധി MP എത്തും. അങ്ങനെ വലിയ തോതിൽ UDFും ദേശീയ നേതാക്കളെ എല്ലാം പങ്കെടുപ്പിച്ച് പ്രചരണം കൊടുത്തിരുന്നു. BJPയുടെ ഉന്നതരായ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ എത്തിയിരുന്നു. ഇന്ന് K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും വരുന്നു. വരും ദിവസങ്ങളിൽ V മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെത്തും. കേന്ദ്രമന്ത്രിമാരും എത്താൻ സാധ്യതയുണ്ട് എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രചരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ PV അൻവർ ഓട്ടം മോശമാക്കുന്നില്ല. ഞായറാഴ്ച തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പത്താൻ, ക്രിക്കറ്റ് താരമായ യൂസഫ് പത്താൻ ഞായറാഴ്ച നിലമ്പൂരിലെത്തുന്നുണ്ട്. വലിയ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ PV അൻവറും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള പ്രചരണ പ്രവർത്തനം മുന്നേറുകയാണ്. തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളും ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്നു. ഓരോ ദിവസം പുതിയ പുതിയ വിഷയങ്ങൾ വരുന്നു. അതിന്റെ ചുവട് പിടിച്ച് കൊണ്ടും കൊടുത്തുമാണ് പ്രചരണം മുന്നേറുന്നത്. മായ. ശരി അരവിന്ദൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. UDFിന് വെൽഫെയർ പാർട്ടിയും ഇടതുമുന്നണിക്ക് PDPയും ഹിന്ദു മഹാസഭയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പോര് മുറുകുന്നു. അതേസമയം ഇരു മുന്നണികളും വർഗീയതയെ കൂട്ടുപിടിക്കുന്നുവെന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വർഗീയതയ്ക്കെതിരെ പറയാൻ UDFിന് ഒരു അവകാശവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. MV ഗോവിന്ദന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ CPMന് ഇരട്ടത്താപ്പെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFിനെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നത്. PDP ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ വെൽഫെയർ കുറേ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വിട്ടതാണ്. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്നത് ഇതാദ്യമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല UDFിന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും UDF കൂട്ടുകൂടുന്നുണ്ട്. ആരായാലും മതി എന്നുള്ളതാണ്. UDFിൻ്റെ ഘടകകക്ഷികൾ ആരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആരായാലും മതി എന്നുള്ള നിലയിലാണ് UDFിൻ്റെ പോക്ക്. അതേസമയം 4 വോട്ടിനു വേണ്ടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനകീയ പ്രശ്നങ്ങൾ ഇടത് വലത് മുന്നണികൾ അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. KSRTCയിൽ വീണ്ടും ഗതാഗത മന്ത്രിയുടെ ശുദ്ധികലശം. കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന നിലയിൽ മന്ത്രിയുടെ ഫോൺ കോൾ. കൃത്യമായി മറുപടി നൽകാതിരിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. വനിതാ ജീവനക്കാർ അടക്കമാണ് നടപടി നേരിട്ടത്. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ലാൻഡ് ഫോണും മൊബൈൽ ഫോണും ഉണ്ട്. എന്നാൽ ഇവിടേക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പരാതിയുള്ളതാണ്. ഇന്നലെയാണ് കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന രീതിയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഫോൺ വിളിച്ചത്. എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ നിരുത്തരവാദപരമായ രീതിയിൽ പെരുമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി കർശന നടപടി സ്വീകരിച്ചത്. ഉടൻ തന്നെ CMDയോട് കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചു. 4 വനിതാ കണ്ടക്ടർമാരടക്കം 9 പേരെയാണ് സ്ഥലം മാറ്റിയത്. മറ്റു ജില്ലകളിലെ ഡിപ്പോയിലേക്ക് ഉൾപ്പെടെയാണ് സ്ഥലം മാറ്റം. മന്ത്രിയുടെ ഓഫീസിലേക്കും CMDയുടെ ഓഫീസിലേക്കും കൺട്രോൾ റൂമിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആക്ഷേപം വ്യാപകമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.